ഹലോ, എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷു കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. എന്നാലും എല്ലാവർക്കും ലേറ്റ് ആയാലും എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ വിഷുക്കണി കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വിഷുക്കണിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുറേ നേരം ഇരുന്ന് പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ പടക്കം പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കിടന്നു. പിന്നെ രാവിലെ എണീറ്റപ്പോൾ നല്ല ചുമന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മൈലാഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം പോയി കുളിച്ച് റെഡിയായി. ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് വിഷുക്കോടി കിട്ടിയതിനായിരുന്നു. ആ ഒരു ടോപ്പ് ബ്ലാക്കും വൈറ്റും ടോപ്പാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഇടാൻ നല്ല കംഫർട്ടബിളായിരുന്നു. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കുന്ന ടൈമിലാണ് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുടെ ഡ്രസ്സാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ലഞ്ച് കഴിക്കണേ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവർ വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. സോ അവളെ റെഡി ആക്കുന്നത് ഞാനാണ്. അങ്ങനെ അവളുടെ ഡ്രസ്സാണ് ഇട്ടത്. ഡ്രസ്സൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഇട്ട് നമ്മളിവിടെ അവളെ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് വിഷു കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ 1 രൂപ 2 രൂപ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അങ്ങനെ നല്ലൊരു വിഷു കൈനീട്ടമായിരുന്നു. ഞാൻ അതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. സദ്യ കഴിക്കാനിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സദ്യയായിരുന്നു. വലിയ സദ്യയൊന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ ചെറുപയർ പായസമായിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അതും പപ്പടം കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പായസത്തിൽ ഇങ്ങനെ പായസവും പപ്പടം കൂട്ടി കഴിക്കാൻ ഈ ഒരു കോമ്പിങ് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഞാൻ നന്നായി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ ഞാൻ ആദ്യത്തെ യൂസ് ചെയ്തതും സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു ട്രൈപ്പോഡാണ്. സെൽഫി സ്റ്റിക്കായിട്ടും ട്രൈപ്പോഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് പൊട്ടിയിട്ട് ഏകദേശം 1-2 മാസമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഒന്ന് മേടിച്ചിട്ട് ഇന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം വിഷുവിൻ്റെ ടൈമിൽ എനിക്ക് ബ്ലോഗ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ വിഷുവിൻ്റെ തലേന്ന് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ബ്ലോഗും എല്ലാ വീഡിയോസും ഈ ഒരു ട്രൈപ്പോഡ് കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഞാൻ എടുത്ത് വന്നപ്പോൾ ധാവണി ഇതേപോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഞാൻ ധാവണി എടുക്കാൻ എക്സ്പേർട്ടാണെന്ന്. പക്ഷേ ഇന്ന് എന്തോന്ന് അറിയില്ല, ധാവണി എടുത്തിട്ടും ശരിയാവണില്ല. ഫ്രണ്ടിലെ പ്ലേറ്റ് എങ്ങനെ പോയിട്ടും ആ ഒരു സംഭവം കിട്ടുന്നില്ല. ഞാനൊരു 2.5 മണിക്കൂർ ഈ തവണേൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട് ഇതൊന്ന് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കിട്ടിയതുപോലെ ഞാനായിട്ട് ലാസ്റ്റ് വെച്ചു. പിന്നെ കുഴപ്പമില്ലാത്തൊരു രീതിയിലാക്കി വെച്ചു. പിന്നെ ഞാൻ റെഡി ആവാൻ തുടങ്ങി കേട്ടോ. കരിവളയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പുറത്ത് കൈ ഞാൻ പ്ലെയിൻ ആക്കി ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രിപ്പറേഷനായിരുന്നു. അങ്ങനെ മുല്ലപ്പൂക്കെ വെച്ചിട്ട് അത് ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ട് പിന്നെ കുറച്ചൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു എന്നുള്ളൂ. പിന്നെ അങ്ങനെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും റൂമിൻ്റെ അവസ്ഥ ഇതാണ്. ഒരു എന്താ പറയുക, എന്താ എനിക്ക് പറയാമെന്നറിയില്ല. ബെഡിലും ടേബിൾമേയും ഷോക്കേസും എല്ലാം മെസ്സായി കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ റെഡിയാക്കണ മുമ്പ് ആദ്യം പോയിട്ട് നമ്മൾ രാവിലെ വെച്ച വിഷുക്കണിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. അത് അവിടെ പൂജ റൂമൊക്കെ ഒന്ന് വിഷുക്കണി കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റായതിന് ശേഷം ഞാൻ വന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു. അങ്ങനെ ഇതായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ധാവണി. സോ അതിന് ശേഷം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പാൽപ്പായസം കൊണ്ടുവന്ന്. അവിടെ പാൽപ്പായസമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുടിച്ചിട്ട് വീണ്ടും ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തവണ ഞാൻ തോന്നുന്നു ഒരു 1.5 മണിക്കൂർ എന്തോ ഇട്ടിട്ടുള്ളൂ, വെറും ഫോട്ടോഷൂട്ട് എടുക്കാം. സോ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഒന്ന് പുറത്തിട്ട് അതിൻ്റെ വിയർപ്പൊക്കെ മാറ്റി അതേപോലെ തന്നെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് കാറ്റൊക്കെ കൊണ്ട് വിയർപ്പൊക്കെ വറ്റിയിട്ട് അതേപോലെ എടുത്ത് വയ്ക്കാം. വിയർത്തിട്ടില്ല, എന്നാലും ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് പിന്നെ എടുത്ത് വെച്ചു. പിന്നെ നൈറ്റ് ആകുമ്പോൾ വീണ്ടും ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെ എൻ്റെ റൂം ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സെൽഫി സ്റ്റിക്കിൻ്റെ കാര്യങ്ങളായാലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാക്കി എടുത്ത് പിന്നെ ഞാൻ പോയി ഫുഡ് കഴിച്ചു കേട്ടോ. അതും ഞാൻ അതേപോലെ തന്നെ ഒരു സദ്യ പ്ലേറ്റിലിട്ടിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത അടിപൊളിയായിട്ടുള്ള വിഷുവാണ്. പിന്നെ വൈകുന്നേരം നമ്മൾ ഇത്തിരി ഒരു കമ്പത്തിരി മാത്രം എടുത്ത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടെന്നുണ്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണേ.